ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഹായ് കൂട്ടുകാരെ, ഇത് ഏപ്രിൽ 1 വീഡിയോയാണ്. പക്ഷേ ഇട്ട് വന്നപ്പോഴത്തേക്ക് വിഷുവായി. ഞാനിങ്ങനെ ഇടണമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ വോയിസ് കൊടുക്കുന്നത് തെറ്റായിപ്പോയെന്നും പറഞ്ഞ് മാറ്റിവെച്ച് അതിന്നായി. അങ്ങനെ ഞങ്ങൾ ഒരു അമ്പലത്തിൽ തൊഴുവാൻ പോകുന്ന വീഡിയോയാണ്. അമ്പലം മഴവഞ്ചേരി മടന്നട. അവിടെ ഉത്സവം ആയതുകൊണ്ട് തൊഴുവാൻ പോയതാണ്. ഉത്സവം കാണാനായിട്ട് പോയതല്ല, തൊഴുവാൻ വേണ്ടി പോയതാണ്. ഒരുപാട് അങ്ങനെ ഞാനും എൻ്റെ അനിയത്തിയും പിള്ളേരും ഭയങ്കര സന്തോഷമായിട്ട് പോയാണ് അമ്പലത്തിലേക്ക്. ഇത് അമ്പലത്തിലേക്കുള്ളൊരു ഇടവഴിയാണ്. പാട്ട് കേട്ടപ്പം പിള്ളേർക്ക് ഡാൻസ് കളിക്കണമെന്ന് തോന്നി. അങ്ങനത്തെ അവിടെ നിന്ന് തുള്ളയാണ്. അപ്പോഴത്തേക്കൊരു ബൈക്ക് പറഞ്ഞു കണ്ടപ്പോൾ എനിക്ക് പേടിയായതുകൊണ്ട് ഞങ്ങൾ അപ്പുറത്തോട്ട് പോയി. പിന്നെ ഇടവഴി കയറി അമ്പലത്തിലോട്ട് പോകുന്ന വഴിയാണിത്. ഇച്ചിരി അങ്ങ് ഉള്ളിലോട്ടാണ് അമ്പലം. അപ്പോൾ ഈ വഴി കടന്ന് വേണം അങ്ങോട്ട് പോകാം. വരുന്നപ്പോഴൊക്കെ ഐസ്ക്രീം കടയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവർക്ക് വാങ്ങിച്ചു കൊടുത്തില്ല. കാരണം ഇവർക്ക് പനി ആയതുകൊണ്ട് വാങ്ങിച്ചു കൊടുത്താൽ പിന്നെ വീണ്ടും വയ്യാണ്ടാവും. അത് കഴിഞ്ഞ് അടുത്തോട്ട് വരുമ്പോൾ എന്തോ ഇരിക്കുന്നു അടുത്ത പണി നമ്പർ 2 കളിപ്പാട്ടക്കട. എന്നാ ഇവർ വരുന്നത് തൊഴുവാനോ അല്ലെങ്കിൽ ലൈറ്റ് കാണാനോ ഒന്നുമല്ല. കളിപ്പാട്ടം വാങ്ങുക, കാണിക്കുക, വഞ്ചിയിലൊക്കെ പൈസ ഇടുക, ഐസ്ക്രീം കുടിക്കുക, തിരിച്ചു പോകുക. ഇതൊക്കെയാണ് ഇവരെ മുഖ്യ പരിപാടികൾ. അങ്ങനെ ഞങ്ങൾക്ക് പരിചയമുള്ള ആൻറ്റി ആയിരുന്നു അവിടെ കളിപ്പാട്ടക്കടയിൽ ഇരുന്നത്. അങ്ങനെ ആൻറ്റിയെ കണ്ട് നമ്മൾ കുറച്ച് സംസാരിച്ചിട്ടൊക്കെ പിന്നെ അമ്പലത്തിലോട്ട് പോവുകയാണ്. പാറയുടെ മുകളിലാണ് ഈ അമ്പലം ഇരിക്കുന്നത്. ഇവിടെ അർത്ഥനാരീശ്വരി സങ്കല്പമാണ്. അമ്പലത്തിൻ്റെ അകത്ത് കയറി വീഡിയോ എടുക്കാമോ ഇല്ലയെന്ന് അറിയാത്തത് കൊണ്ട് ഞങ്ങൾ പിന്നെ അകത്ത് കയറി വീഡിയോ ഒന്നും എടുത്തില്ല. പൊന്നു അമ്പലത്തിലോട്ട് ഓടിപ്പോവുകയാണ്. ഓടുക, ചാടുക, അതാണ് അവരുടെ മുഖ്യ പരിപാടി. പിന്നെ അവിടെ എവിടെയൊക്കെ നടന്ന് പിന്നെ അമ്പലത്തിൽ കയറി തൊഴുതിയിട്ട് നമ്മൾ തിരിച്ചിറങ്ങിയ കുറച്ച് വീഡിയോ ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ ആദ്യമായിട്ടാണ് തൊഴുവാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ രീതി എന്ന് അത്ര പോരാ. നമുക്ക് എന്നും വരുന്ന അമ്പലത്തിൽ നമുക്ക് അതിൻ്റെതായ രീതി മനസ്സിലാവുള്ളൂ. എങ്കിലും ഞങ്ങൾക്കറിയാവുന്ന രീതിയിൽ നമ്മൾ എല്ലായിടത്തും നടന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് കുറച്ച് സമയമൊക്കെ അമ്പലവും പരിസരത്തൊക്കെ ഒന്ന് വീക്ഷിച്ചിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി പൊന്നു കളിപ്പാട്ടം വേണ്ടി ഓടുകയാണ്. ഞാൻ പറഞ്ഞ് പറ്റത്തില്ല, വാ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് വീട്ടുകാർ. പിന്നെ കളിപ്പാട്ടം വാങ്ങിച്ചിട്ടേ അവൾമാർ വന്നുള്ളൂ. കളിപ്പാട്ടം വാങ്ങിച്ചിട്ട് വന്നപ്പോൾ ആൻറ്റി 2 ഇവരും നമുക്ക് ചുമ്മാതാണ്. ഞങ്ങൾ ആ വീട്ടിനടുത്തുള്ള ആൻറ്റി ആയതുകൊണ്ട് വെറുതെ തന്നതാണ്. കളിപ്പാട്ടം കണ്ടപ്പോൾ അവൾ സന്തോഷം, അവർക്ക് സന്തോഷം, എനിക്ക് സന്തോഷം. പിന്നെ സന്ധ്യ ആയ ഒരു 6:30 ആയപ്പോൾ ഒരു ലൈറ്റ് ഇട്ട്. എങ്കിലും ഇരുട്ടൊന്നും ആയില്ല. ഇരുട്ടല്ലാത്തതുകൊണ്ട് ആ ഭംഗി നന്നായിട്ട് അറിയാൻ പറ്റിയില്ല. എങ്കിലും പിള്ളേർക്ക് ലൈറ്റായി കാണാൻ പറ്റി. അങ്ങനെ ഞങ്ങളെ വീടിൻ്റെ അടുത്ത് നിന്നാണ് ഘോഷയാത്ര വരുന്നത്. അപ്പോൾ അങ്ങനെ കൊട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ വേഗം പോകണമെന്ന് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വയലിലൊക്കെ കിടക്കുന്ന ലൈറ്റൊക്കെ നമ്മൾ ഏറെക്കുറെ എല്ലാം എടുത്തിട്ടുണ്ട്. ഈ വീഡിയോ എടുക്കുന്നത് എൻ്റെ അനിയത്തിയാണ്. അവർക്ക് ഈ ലൈറ്റും എന്താ പറയുന്ന വയലൊക്കെ കണ്ടാൽ പിന്നെ വീഡിയോ എടുപ്പാണ്. പിന്നെ ലൈറ്റൊക്കെ കണ്ട് നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന്. ഒരുപാട് പേര് ലൈറ്റ് കാണാൻ വേണ്ടി വരുന്നുണ്ട്. ചിലരൊക്കെ നിൽക്കുന്നു, ചിലരൊക്കെ പോകുന്നു. ചിലരൊക്കെ ഇനി ഘോഷയാത്ര വരാറാകുമ്പോഴേ തിരിച്ച് അമ്പലത്തിലോട്ട് വരുള്ളൂ. ചിലർ തൊഴുതിട്ട് ഘോഷയാത്ര വരുന്ന നമ്മളെ സ്കൂളിൻ്റെ ഇടയൊക്കെ പോയി നിൽക്കാൻ വേണ്ടി പോവുകയാണ്. ഞാനും പിള്ളേരും കൂടെ നടക്കുകയാണ്. വണ്ടി വന്നുകൊണ്ട് കൈ ചിറുക്കി പിടിച്ചാണ് കൊണ്ടുവരണം. എങ്കിലും രണ്ടും കൈ വിട്ട് കഴിഞ്ഞാൽ ഓട്ടവും. കൊട്ട് കേൾക്കുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് വീടിൻ്റെ ഇടം വരെ പോയാൽ മതി എന്നായിപ്പോയി. അങ്ങനെ ഞങ്ങൾ വേഗം ഓടി പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ വേഗം അമ്പലത്തിൽ നിന്ന് ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടിറങ്ങി വേഗം വീട്ടിലോട്ട് പോവുകയാണ്. കാരണം ഞങ്ങളെ വീടിൻ്റെ അവിടെ കൂടെയാണ് ഘോഷയാത്ര തിരിച്ച് അമ്പലത്തിലോട്ട് പോകുന്നത്. ഞങ്ങളിങ്ങെത്തിയപ്പം ഘോഷയാത്ര ഇങ്ങെത്തി. ഭഗവാനും തലപ്പൊലിയും വിളക്കും തെയ്യമൊക്കെ ഇവിടെ നിൽക്കുമായിരുന്നു. തെയ്യമൊക്കെ അവിടെ മുക്കിൽ കളിച്ചിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ്. പിന്നെ ഇത് കരിങ്കാളി ആട്ടത്തിലെ ഒരാളാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പരിപാടികളുണ്ടായിരുന്നു. ആദ്യം തലപ്പൊലിയും വിളക്കും ഭഗവാനും ഫ്രണ്ടിലേ പോയി. ഘോഷയാത്രയുടെ കൂടെ ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു.
പിന്നെ ഇതൊക്കെ കണ്ട് ഞങ്ങളെ വീട്ടിലോട്ട് പോയി. വീഡിയോ ഇഷ്ടമായ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.